ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ ആഴ്ചയിൽ 6 ദിവസമൊന്നും നിങ്ങൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ. മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ ബോഡി മാക്സിമം മൂവ് ചെയ്യുക. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളുടെ ബോഡി ഓൾറെഡി സ്ട്രെസ്സിലാണ്. ഇല്ലെങ്കിൽ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. സോ പിന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺ കൂട്ടാതെ എക്സസൈസ് ചെയ്യാത്തൊരു വ്യക്തി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാവൂ. അതും ഫുൾ ബോഡി റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരിക്കണം. അതും ലൈറ്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഉദാഹരണത്തിന് ബോഡി വെയിറ്റ് സ്ക്വാട്ട്, വോൾ പുഷപ്സ്. ബിക്കോസ് ഒരുപാട് വെയിറ്റ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് നിങ്ങളുടെ ബോഡിയിൽ കൂടുകയും ഇതുമൂലം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആഴ്ചയിൽ 2 അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മാത്രമേ നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാവൂ. പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ എല്ലാ ദിവസവും മിനിമം 30 മിനിറ്റ് എങ്കിലും നടക്കുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങളുടെ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കുക. സ്ട്രെസ് കുറഞ്ഞ ബോഡി മൂവ്മെന്റ്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സാമ്പിൾ വാക്കിംഗ്, അതുപോലെ സ്വിമ്മിങ്. നിങ്ങൾ ഈ വാക്കിംഗ് ചെയ്യുന്നത്, സ്ട്രെച്ച് ചെയ്യുന്നത് മോർണിംഗിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴി അത് തന്നെയാണ്.